ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നവർക്കായി കാഞ്ഞങ്ങാട് പുതിയകോട്ട ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ വിവിധ മെഡിക്കൽ പരിശോധനകളും നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. 2025-26 കാലയളവിൽ ഗവൺമെന്റ് കോട്ടയിൽ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പും രേഖകൾ സ്വീകരിക്കലും പുതിയകോട്ട ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ കാഞ്ഞങ്ങാട് വെച്ച് നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ വെച്ച് വിവിധ മെഡിക്കൽ പരിശോധനകളും രേഖകൾ പരിശോധിക്കലും നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കാസർഗോഡ് ജില്ലയിൽ നിന്ന് 803 ഹാജിമാർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അവർക്കുള്ള മെഡിക്കൽ ടെസ്റ്റ് ഞായറാഴ്ച കഴിഞ്ഞു. ആ ടെസ്റ്റിനനുസരിച്ചുള്ള ഡോക്ടറുടെ പരിശോധനയും ഹാജിമാരിൽ നിന്നുള്ള രേഖകളുടെ കളക്ഷനുമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടെ 200ഓളം ഹാജിമാർ കാഞ്ഞങ്ങാട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കാഞ്ഞങ്ങാട് പുതിയോട്ട ജമാഅത്തിന്റെ ഭാരവാഹികളാണ്. ഹജ്ജ് തീർത്ഥാടകർക്ക് എല്ലാവിധ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയോട്ട ഹജ്ജ് കമ്മിറ്റി എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള ക്ലാസ്സും തുടർന്ന് കൊടുക്കുന്നുണ്ട്. വാക്സിനേഷൻ ക്യാമ്പ് ഇവിടെ നടത്തുന്നുണ്ട്. മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയുടെ ഈ വർഷത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസറും ഫാക്കൽറ്റിയുമായ NP സൈനുദ്ദീൻ, ട്രെയിനിമാരായ C ഹമീദ് ഹാജി, ഫാരിസ്, അബൂബക്കർ സിദ്ദിഖ്, സഫിയ അബൂബക്കർ, സുബൈദ, താഹിറ, പുതിയകോട്ട ഹോസ്ദുർഗ് ടൗൺ ഇസ്സത്തു ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട, ട്രഷറർ സൗദി അബൂബക്കർ ഹാജി, അജ്വ ബഷീർ കുശാൽ നഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.